നമ്മുടെ കണ്ണിന്റെ പോളയിൽ കുറെ ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികളുടെ ഓപ്പണിംഗ് ക്ലോസ് ആവുന്ന ബ്ലോക്കായി അത് ഇൻഫെക്ഷൻ വരുന്നൊരവസ്ഥയാണ് ഈ കൺകുരുവിന്റെ ആദ്യത്തെ സ്റ്റേജ്. വായിക്കുമ്പം ലെറ്റേഴ്സ് ജമ്പ് ചെയ്ത് പോകുന്ന പോലെ തോന്നും. വായിക്കുന്നതിന് കണ്ടിന്യൂറ്റി ഇല്ലാതെയാവും. കണ്ണിൽ സ്ക്രാച്ച് പോലെ ആവണം അങ്ങനെ ഇനീഷ്യലി ആ കണ്ണിന്റെ ആ ഒരു ബ്രേക്കേജ് വരണം. ഓവറായിട്ട് എക്സസ് ആയിട്ട് കൺവെർജ് ചെയ്ത് പോകുന്ന അവസ്ഥയുണ്ടല്ലേ, അങ്ങനെ ഒരു അങ്ങനെ വരാം. പിന്നെ നമുക്ക് കൺവെർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. എമർജൻസി ആയിട്ടുള്ള ആദ്യം മെഡിസിൻ എന്തെങ്കിലും ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. എമർജൻസി ആയിട്ട് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി അത് സ്റ്റാർട്ട് ചെയ്തില്ല വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം കൃഷ്ണമണീനെ ബാധിക്കാനും പിന്നീട് കൃഷ്ണമണി മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വരെ ഇത് വന്നേക്കാം. ചെറിയ കുട്ടികളിൽ ഒരുപാട് പേര് കോങ്കൺ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട്. ഒരാൾക്ക് പകല് നന്നായി കാണാം, പക്ഷെ രാത്രിയാകുമ്പോൾ വളരെയധികം കാഴ്ച ബുദ്ധിമുട്ട് വരുന്നു. പെർട്ടിക്കുലർ കുറച്ച് കോസസ് ഉണ്ട്, അത് കാരണമായിരിക്കും അവർക്കത് വരുന്നത്. നമസ്കാരം. പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനമാണ് കണ്ണ്. ഭൂമിയിലെ വൈവിധ്യങ്ങളെല്ലാം തന്നെ കണ്ടുറന്ന് കണ്ട് ആസ്വദിക്കുക എന്നത് മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ വരദാനമാണ്. കണ്ടുപിടുത്തങ്ങളിലൂടെ ആധുനികതയിലേക്ക് വഴിതെളിച്ച് മുന്നേറാനും പ്രിയപ്പെട്ടതിനെയെല്ലാം കൺമണി എന്ന് പേർ ചൊല്ലി വിളിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ എത്രത്തോളം വിലപ്പെട്ടതാണ് നമ്മുടെ കണ്ണുകളെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വികാര വിചാരങ്ങളുടെ സൂക്ഷ്മമായ ഹൃദയഭാഷകൾ കണ്ണുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത് ഈ മഹാ ഇന്ദ്രിയത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. കുന്നോളം ധനമുണ്ടായിട്ടെന്ത് കാര്യം കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ, ശരിയല്ലേ? ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഇന്നത്തെ വിഷയം എന്താണെന്ന്. അതെ, കണ്ണുകൾ. നേത്രരോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ സംഭാഷണം. ആരോഗ്യ സംഭാഷണത്തിൻ്റെ 2ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരോഗ്യ സംഭാഷണത്തിൽ നമ്മളോടൊപ്പമുള്ളത് ഒരുപാട് വർഷത്തെ പ്രവൃത്തി പരിചയവും കൂടാതെ സ്വന്തമായി ഐ ഹോസ്പിറ്റൽ നടത്തി വരുന്നതുമായ ഡോക്ടർ ഹിമ ജോസ് ആണ്. ഡോക്ടറെ നമ്മുടെ ഈ ആരോഗ്യ സംഭാഷണത്തിൻ്റെ 2ാം അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേത്രരോഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഒരു രോഗം എന്ന് പർട്ടിക്കുലർ രോഗത്തെക്കുറിച്ചല്ല, നമ്മൾ ഒരുപാട് രോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് അസ്റ്റിഗ്മാറ്റിസം. ഇപ്പോൾ ലെൻസിൻ്റെ ആകൃതി വ്യത്യാസം എന്നാണ് എനിക്കൊരു ഐഡിയ കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ അസ്റ്റിഗ്മാറ്റിസം എന്താണ്, അതിൻ്റെ കാര്യങ്ങളൊന്ന് കൂടുതൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഷേപ്പിനുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ ലെൻസിന്റെ ഷേപ്പിലുള്ള വ്യത്യാസമോ കാരണം നമുക്ക് അസ്റ്റിഗ്മാറ്റിസം വരാം. അത് അടുത്തുള്ള വസ്തു കാണാനുള്ള ബുദ്ധിമുട്ട്, അതായത് മയോപ്പിക് അസ്റ്റിഗ്മാറ്റിസോ, അല്ലെങ്കിൽ ദൂരെ കാണാനുള്ള ബുദ്ധിമുട്ട് ഹൈപ്പോമെട്രോപിക് അസ്റ്റിഗ്മാറ്റിസോ. ഇനി അതുമല്ല, രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ട് ഒരു മിക്സ്ഡ് അസ്റ്റിഗ്മാറ്റിസും കാണാറുണ്ട്. അപ്പോൾ 3 തരത്തിലാണ് അസ്റ്റിഗ്മാറ്റിസം ഉള്ളത്. അതെ. അപ്പോൾ ഇതിൽ 3 ഇപ്പോൾ അടുത്ത്, ദൂരെ, മിക്സഡ്, ഇതിലേറ്റവും അപകടകാരിയോ അങ്ങനെ ഏതെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് മയോപ്പിക് അസ്റ്റിഗ്മാറ്റിസ് ആണ്. ഓക്കെ. ഇത് നമ്മൾ കുട്ടികളിലാണെങ്കിൽ നമ്മൾ മരുന്നൊഴിച്ച് മസിൽസിന്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ച്, അതായത് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ പവർ എടുക്കുന്നത്. പവർ എടുത്തതിന് ശേഷം കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലാസ് വെക്കാൻ വേണ്ടത്. എങ്ങനെ മനസ്സിലാക്കുന്നത്? ഒരു വളരെ ചെറിയ ഏജിലാണെങ്കിൽ കുട്ടികൾ അതിനുള്ള ബുദ്ധിമുട്ട് കാണിക്കും. കണ്ണ് കൂടുതൽ ബ്ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണ് തിരുമ്മ, കണ്ണ് സ്ക്വീസ് ചെയ്ത് നോക്കാം. മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കാഴ്ച മങ്ങൽ, അതായത് ബാക്കിലിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല, ബോർഡിൽ ക്ലിയർ ആവുന്നില്ല, നോട്ട്സ് ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞുള്ള കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ണിൽ മരുന്നൊഴിച്ച് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും, അസ്റ്റിഗ്മാറ്റിസം കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഗ്ലാസ് കൊടുക്കുക, അത് കറക്റ്റായിട്ട് വെക്കാം. എല്ലാ 6 months കൂടുമ്പോഴും വന്ന് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ടൈമിൽ പവറിന് വേരിയേഷൻ വരാണെങ്കിൽ പുതിയ പവറുള്ള ഗ്ലാസ് വെച്ച് കറക്റ്റ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയാണോ? അല്ലെങ്കിൽ കുട്ടി വളരുന്നതിനനുസരിച്ച് ഐബോളിനും ഒരു ഗ്രോത്ത് വരും. പക്ഷെ അത് എങ്ങനെയാണ് ആ ഗ്രോത്ത് വരാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് കുറയാം, ഇനി അല്ലെങ്കിൽ കൂടാം. ഗ്ലാസ് വെച്ചു എന്ന് വിചാരിച്ച് ഈ പവർ കൂടില്ല. മുതിർന്നവരിൽ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് അസ്റ്റിഗ്മാറ്റിസം? അവർ കണ്ണിന് കാഴ്ചമങ്ങൽ, തലവേദന, ഫോക്കസ് ചെയ്യുമ്പം ഒരു സ്ട്രെയിൻ, അതൊക്കെ കംപ്ലയിൻസ് ആയിട്ട് വരാറ്. ഓക്കെ. അടുത്ത നമുക്ക് കോർണിയൽ അൾസറാണ്. അപ്പോൾ നമുക്ക് ഈ കൃഷ്ണമണിയിലെ വെള്ളപ്പാട് അല്ലെങ്കിൽ വ്രണം, കൃഷ്ണമണിയിലെ വ്രണമാണ് നോർമലി കോർണിയൽ അൾസർ എന്ന് കാണപ്പെടുന്നത്. അപ്പം അതെങ്ങനെ ഉണ്ടാവുന്നത്? നമ്മുടെ കൃഷ്ണമണി എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷനാണ്. കണ്ണിന് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷനും കൂടിയാണത്. അപ്പം അതിലെന്തെങ്കിലും ഒരു മുറിവ് വരാണെങ്കിൽ അതിൽ കൂടെ ഇൻഫെക്ഷൻ കയറി പോകും. അങ്ങനെയാണ് സാധാരണ നമ്മുടെ ബോഡിയിൽ ഈ മുറിവുണ്ടായി പഴുപ്പ് ഉണ്ടാവണ പോലെയാണോ? അതെ, സാധാരണ ശരീരത്തിൽ വരുന്ന ഒരു വ്രണം പോലെ തന്നെ കണ്ണിന് കൃഷ്ണമണിയിൽ വരുന്നതാണത്. അത് ബാക്ടീരിയ കയറിയിട്ട് വരാം, വൈറസ് കയറിയിട്ട് വരാം. വൈറസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്കൻ ബോക്സിന്റെ വൈറസ് ഒക്കെ ഇത് ഈ കോർണിയൽ അൾസർ ഉണ്ടാക്കാം. ഫംഗൽ കോർണിയൽ അൾസർ ഉണ്ട്, അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഫംഗൽ കോർണിയൽ അൾസർ യൂഷ്വലി കാണുന്നത് വെജിറ്റേറ്റീവ് മെറ്റീരിയൽസും ഉണ്ട്, അതായത് ഫാമേഴ്സിൽ ഇല കണ്ണി കൊണ്ടു, അല്ലെങ്കിൽ പച്ചക്കറി അരിഞ്ഞപ്പോൾ എന്തെങ്കിലും കണ്ണിലോട്ട് പോയി, അല്ലെങ്കിൽ മണ്ണ് കണ്ണിലോട്ട് പോയി, അങ്ങനെയാണ് യൂഷ്വലി അവർ പ്രസന്റ് ചെയ്യാറ്. അത് കഴിയുമ്പോഴാണ് കണ്ണിൽ ഈ വ്രണം വരാറ്. അതാണ് ഫംഗൽ കോർണിയൽ അൾസർ. കണ്ണിൽ സ്ക്രാച്ച് പോലെ ആവണം അങ്ങനെ. ഇനീഷ്യലി ആ കണ്ണിന്റെ ആ ഒരു ബ്രേക്കേജ് വരണം, കണ്ണിന്റെ കൃഷ്ണമണിയുടെ തൊലിയിൽ ഒരു ബ്രേക്ക് വരണം. എന്നാൽ ഇത് ഇൻഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ബാക്ടീരിയക്കാണെങ്കിലും വൈറസിനാണെങ്കിലും അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഇനി ഫംഗൽ അല്ലാതെ ഒരു തരം കൂടി ഉണ്ട്, ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷനും വരാം, അതായത് എക്കാന്തമീബ. കോണ്ടാക്ട് ലെൻസ് ഒക്കെ വെക്കുന്ന ആൾക്കാരിൽ
കൂടുതലായിട്ട് കാണുന്നത് എക്കാന്തമീബിയാണ്. കോൺടാക്ട് ലെൻസ് വെച്ച് കുറേ സമയം ഉറങ്ങുക അല്ലെങ്കിൽ സ്വിം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എക്കാന്തമീബി ആയിരിക്കും ഈ കൊർണിയൽ അൾസറിൻ്റെ കാരണമാക്കുന്നത്. കാരണമാകുന്നത്. ഇത് നമുക്ക് എത്ര നാൾ കൊണ്ടാണ് വ്രണം ഡേഞ്ചർ സ്റ്റേജിലോട്ട് പോവുക? നമുക്കങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കണ്ണിന് നല്ല വേദനയുണ്ടാവും, മങ്ങലുണ്ടാവും, കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പം പെട്ടെന്ന് തന്നെ അവർക്ക് ഡോക്ടറിനെ കാണേണ്ട ഒരു അവസ്ഥ വരും. അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ജനറൽ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുക. അതിൽ റെസ്പോൺസ് ഉണ്ടെങ്കിൽ അത് പതുക്കെ ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി അതിലും റെസ്പോൺസ് വരുന്നില്ലെങ്കിൽ നമ്മൾ അതിന്ന് സ്വാബ് എടുത്ത് നമ്മൾ മൈക്രോബയോളജി കൊടുത്ത് അതെന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. എമർജൻസി ആയിട്ട് നമ്മൾ ആദ്യം മെഡിസിൻ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. എമർജൻസി ആയിട്ട് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. ഇനി അത് സ്റ്റാർട്ട് ചെയ്തില്ല വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം കൃഷ്ണമണീനെ ബാധിക്കാനും പിന്നീട് കൃഷ്ണമണി മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വരെ ഇത് വന്നേക്കാം. അടുത്ത പാപ്പിലോഎഡിമ. പാപ്പിലോഎഡിമ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ പ്രഷർ ആക്ച്വലി ബ്രെയിനിൽ കൂടുമ്പോൾ കണ്ണിലെ നാഡികൾക്കുണ്ടായ ഒരു പ്രശ്നം അല്ലെ നീർവീക്കം കൊണ്ടാണ് പാപ്പിലോഎഡിമ ഉണ്ടാവുന്നത്. അപ്പോൾ പാപ്പിലോഎഡിമ ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു തരം മുഴകളോ അല്ലെങ്കിൽ തലച്ചോറിലുള്ള ഒരു ഫ്ലൂയിഡ്, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുക അല്ലെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കുറയാം, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള പ്രഷറുള്ള നമ്മുടെ സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ സിവിയർ ആയിട്ട് വരുന്ന സമയത്ത് ഒരു 40s ഫീമെയിൽസിൽ, ഒബേസിറ്റി ഉള്ള ഫീമെയിൽസിൽ ഒരു പ്രത്യേകിച്ചൊരു റീസണും ഇല്ലാതെ വരുന്ന ഒരു അസുഖം കൂടെ ആവാം ഇത്. യൂഷ്വലി പാപ്പിലോഎഡിമ 2 കണ്ണിലുമാണ് നമ്മൾ കാണുന്നത്. ഒരു കണ്ണിൽ മാത്രം അത് കാണുകയാണെങ്കിൽ, ഈ ഞരമ്പിനുള്ള നീർവീക്കം കാണുകയാണെങ്കിൽ അതിന് നമ്മൾ ഒപ്റ്റിക് ഡിസ്ക് എഡീമ എന്നാണ് പറയുന്നത്. ഇത് സർജറി ആണോ ആക്ച്വലി അല്ലെങ്കിൽ മെഡിസിൻ ആണോ? ഇത് ബേസിക്കലി നമ്മൾ പേഷ്യൻ്റ് കംപ്ലൈൻ്റ് ആയിട്ട്, വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ടല്ല നമ്മുടെ അടുത്ത് വരുന്നത്. ഒരു പക്ഷെ തലവേദനയോ അല്ലെങ്കിൽ ഒരു കുറച്ച് നിമിഷങ്ങൾക്ക് മാത്രം കണ്ണിൽ കാഴ്ച മങ്ങുന്ന അവസ്ഥ അങ്ങനെയായിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മളത് ഞരമ്പ് നോക്കുമ്പോഴാണ് നമ്മൾ ഈ നീർവീക്കം കണ്ടുപിടിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു MRI, ബ്രെയിനിലുള്ള ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ നമ്മൾ MRI എടുത്ത് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പാപ്പിലോഎഡിമയ്ക്ക് ആസ് സച്ച് ട്രീറ്റ്മെൻ്റ് അല്ല, കാരണത്തിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി വരുമ്പോൾ ആയിട്ടാണോ വരുന്നത്? എങ്ങനെയാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്? ബുദ്ധിമുട്ട് തലവേദന മാത്രമേ, തലവേദനയാണ് മെയിൻ കംപ്ലൈൻറ്റ് വരുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നേരത്തിന് മാത്രമായിട്ട് ഒരു കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ വരാം. പാപ്പിലോഎഡിമ തന്നെ ഏർലി സ്റ്റേജിൽ നമുക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് കുറേ നാളുകളായിട്ട് ക്രോണിക് ആയിട്ടുള്ള പാപ്പിലോഎഡിമ ആണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കാനുള്ള സാധ്യതയാണ്. ഇത് കൂടുതലും കേസസ് കുട്ടികളിലാണോ അല്ലെങ്കിൽ മുതിർന്നവരിലാണോ ഇത് വരാറ്? മുതിർന്നവരിലാണ് നമ്മളിത് കൂടുതൽ വരാറില്ലേ? ഈ കൺകുരു എല്ലാവർക്കും വരുന്ന, കൂടുതലും കേട്ടിട്ടുണ്ടാവും കൺകുരു. അപ്പോൾ കൺകുരു ആക്ച്വലി കണ്ണിൻ്റെ പോളയിൽ വരുന്ന ഒരു കുരുക്കളായിട്ടാണ് എല്ലാവരും അറിയുക. അത് ശരിക്കും അപകടകാരിയാണോ, അല്ലെങ്കിൽ എത്ര തരത്തിലുണ്ട്, പല ടൈപ്സിലുണ്ടോ, അതിൽ ബുദ്ധിമുട്ടുള്ള ഏറ്റവും കൂടുതലുള്ള കൺകുരു ഏതാണ്? എന്നിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. നമ്മുടെ കണ്ണിൻ്റെ പോളയിൽ കുറേ ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികളുടെ ഓപ്പണിംഗ് ക്ലോസ് ആവുന്ന ബ്ലോക്കായി അത് ഇൻഫെക്ഷൻ വരുന്നൊരവസ്ഥയാണ് ഈ കൺകുരുവിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. അതിനെ നമ്മൾ ഹോഡിയോളം എന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് കണ്ണിൽ ചൂട് കൊടുക്കുക, ഹോട്ട് കംപ്രസ് ചെയ്യുക, ലോക്കലായിട്ട് കണ്ണിനകത്തുള്ള ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുക. അതെല്ലാം ചെയ്യുമ്പോൾ അതങ്ങ് മാറിപ്പോണ്ടതാണ്. ഇനി ചില സമയങ്ങളിൽ അതവിടെ മാറിപ്പോവാതെ അതവിടെ ഇരുന്ന് കല്ലിക്കും. അപ്പോൾ ഹോഡിയോളം വലിയ പ്രശ്നമുള്ള ആളല്ല, ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വന്നതാണല്ലേ? ഹോഡിയോളം ഇനീഷ്യൽ സ്റ്റേജ്, ആവി പിടിച്ച് പോകാൻ പറ്റുന്ന ഒരു ഇതിൻ്റെ ഏർലി സ്റ്റേജ് ഹോഡിയോളം. അപ്പോൾ ഹോഡിയോളം നമ്മളിപ്പം ഹോട്ട് കംപ്രസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തിട്ടോ അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് കലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. യൂഷ്വലി ഷുഗറുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ പവർ ഉണ്ടായിട്ട് അത് യൂസ് ചെയ്യാതെ അവരിലൊക്കെയാണ് നമ്മളത് ഇരുന്ന് കലയ്ക്കുന്ന കാണാറ്. അപ്പോൾ അത് കലച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കീറിയെടുത്ത് കളയേണ്ടി വരും. അത് ഒരു തിയേറ്ററിലോട്ട് കയറിയിട്ടുള്ളൊരു പ്രൊസീജിയർ വേണമെന്നില്ല, നമുക്കൊരു OPD പ്രൊസീജിയറായിട്ടും അത് ചെയ്യാൻ പറ്റും. ഒരു കുറച്ച് സമയത്തെ കാര്യമുള്ളൂ, കുറച്ച് നേരത്തെ കാര്യമുള്ളൂ, 5 മിനിറ്റ് നമുക്ക് കുറച്ച് നേരം കണ്ണൊന്ന് പാച്ച് ചെയ്ത് വെക്കേണ്ടി വരും, മരുന്നൊക്കെ ഇട്ട്. അത് കഴിയുമ്പം പിന്നെ അതെന്തുകൊണ്ടാണ് ആക്ച്വലി മെയിനായിട്ട് കൺകുരുകൾ ഉണ്ടാവാൻ നമ്മൾ പൊടി വല്ലതും വീണിട്ടാണോ, എങ്ങനെയാണ്? പല കാരണങ്ങളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രന്ഥിയുടെ ഓപ്പണിംഗ് എപ്പോൾ ബ്ലോക്കായി അവിടെ ഇൻഫെക്ഷൻ ആവുന്നു, അപ്പോഴൊക്കെ നമുക്ക് കൺകുരു ഉണ്ടാവാം. കൂടുതൽ കാണുന്നത് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ, കണ്ണിന് പവർ ഉള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ ഒത്തിരി പൊടിയുള്ള സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് ഒക്കെ അത് കൂടുതലും ഡസ്റ്റ് വരുമ്പോഴാണ് കൂടുതലും കൺകുരു ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഇതുപോലെ ഡയബറ്റീസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് എറർ കാരണം ഉള്ളതാണ്. ഡോക്ടർ, അടുത്ത് നമുക്ക് ഈ കൺവെർജൻസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഈ വസ്തുക്കളെ, ദൂരെയുള്ള വസ്തുക്കളുണ്ട്, അടുത്തുള്ള വസ്തുക്കളുണ്ട്. അപ്പോൾ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണുകൾ കൺവേർജ് ചെയ്യണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൺവെർജൻസിൻ്റെ അസുഖം, ആ ഒരു
അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ കാര്യമൊന്നും പറയാൻ പറ്റുമോ? നമുക്ക് ദൂരെയുള്ള വസ്തുവിനെ നോക്കി അടുത്തുള്ള വസ്തുവിനെ കാണുമ്പം ലാഗ് ഇല്ലാതെ നമുക്കത് ക്ലിയർ ആയിട്ട് കാണണം. ഓക്കെ. അപ്പോൾ അതിൽ നടക്കുന്ന പ്രോസസ്സിൽ ഒന്നാണ് ഈ കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ പല ബുദ്ധിമുട്ടുണ്ടാക്കാം. ഒന്നുകിൽ ഓവർ കൺവേർജൻസ് വരാം, അല്ലെങ്കിൽ കൺവേർജൻസ് നടക്കാതെയും ഇരിക്കാം. ഇപ്പം നമ്മൾ അടുത്തുള്ള വസ്തുവിലോട്ട് നോക്കുമ്പം നമ്മുടെ ബ്രെയിനിന് ആകെ അറിയുന്നത് രണ്ടായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് ബ്രെയിനിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം. അതെ. അപ്പം ദൂരേക്ക് നോക്കി അടുത്തേക്ക് നോക്കുന്ന സമയത്ത് രണ്ടായി കാണാതിരിക്കാൻ വേണ്ടി പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ബ്രെയിനിൽ നിന്ന് കണ്ണിൻ്റെ മസിലിന് കിട്ടിയില്ലെങ്കിൽ ആ കൺവേർജൻസ് കുറയും. അതിനാണ് നമ്മൾ കൺവേർജൻറ്റ് ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇൻസഫിഷ്യൻസി. അതെ. അപ്പോൾ ആ സമയങ്ങളിൽ അടുത്തുള്ള വസ്തു കാണാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം കുട്ടികളിലൊക്കെ ആണെങ്കിൽ വളരെയധികം ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയാണിത്. പഠിക്കാൻ പറ്റണില്ല, വായിക്കാൻ പറ്റണില്ല എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ കൺവേർജൻസ് ഇൻസഫിഷ്യൻസി ആയിരിക്കാം. വായിക്കുമ്പം ലെറ്റേഴ്സ് ജമ്പ് ചെയ്ത് പോകുന്ന പോലെ തോന്നും, വായിക്കുന്നതിന് കണ്ടിന്യൂറ്റി ഇല്ലാതെയാവും, കണ്ണിന് പെട്ടെന്ന് ക്ഷീണം വരും, രണ്ടായിട്ട് കാണാൻ തോന്നാം ഒരു പക്ഷേ. അപ്പം ഇതൊക്കെ ആവുമ്പം അവർക്ക് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ കൺവേർജ് ചെയ്യണത് കൂടിയാലും കുറയണ രണ്ടവസ്ഥയുണ്ട്. കൂടുതലായിട്ട് കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ അതോ കൂടുതലായിട്ട് കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് നേരം നോക്കിയിരുന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ദൂരെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതെ. അപ്പോൾ അതൊരു അപ്പോൾ ആ സമയത്ത് മസിൽസ് എല്ലാം ബലം അപ്പോൾ പിടിച്ചിരിക്കും. നമ്മുടെ കൺട്രോളിൽ ആവാതെ ഓവറായിട്ട് എക്സസ് ആയിട്ട് കൺവേർജ് ചെയ്ത് പോകുന്ന അവസ്ഥയുണ്ടല്ലേ? അങ്ങനെ വരാം. പിന്നെ നമുക്ക് കൺവേർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പറ്റാത്ത അവസ്ഥ. ഒരു വസ്തുവിനെ നോക്കുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ആ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, അതെ. അപ്പോൾ രണ്ട് ടൈപ്പായിട്ടാണ് ഈ കൺവേർജൻസിന് വരിക. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികളിലാണ് കാണുന്നത്. കുട്ടികളിലാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ശരി. അപ്പോൾ അക്കോമഡേറ്റീവ് സ്പാസം എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി നിയർ വർക്ക് ചെയ്ത് കഴിയുമ്പം പിന്നെ നമുക്ക് ദൂരേക്ക് കാണാനൊക്കെയുള്ള ബുദ്ധിമുട്ട്. അത് മെയിൻലി ഫോൺ കുറേ നോക്കുക. ഇപ്പം നമ്മുടെ സ്ക്രീൻസൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ടൈമാണല്ലോ, ഒരു ഇയറാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പം അതുകൊണ്ട് യങ്സ്റ്റേഴ്സിലും കാണുന്നുണ്ട് അത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെ? ഇൻസഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ പ്രിസംസ് ആണ് കൊടുക്കുന്നത്. ഗ്ലാസ്സിൽ കണ്ണടയിൽ പ്രിസം വെച്ച് കൊടുക്കും. ഇനി അതല്ല, ഒരു എക്സസൈസും ഉണ്ട്. പല എക്സസൈസുകളും ചെയ്യാം. അതിൽ ഒന്നെന്ന് പറഞ്ഞൊരു പെൻസിൽ പുഷപ്പാണ്. നമ്മൾ പെൻസിൽ ദൂരേക്ക് പിടിക്കുക, അടുത്തേക്ക് പിടിക്കുക. പെൻസിൽ ടെക്നിക്. ഓക്കെ. പെൻസിൽ പുഷപ്പ്. അപ്പോൾ അത് എക്സസൈസ് നമ്മൾ ചെയ്യണം. ഇനി എക്സസൈസ് ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, നാളെ തന്നെ റിസൾട്ട് കാണണം എന്നില്ല. അതിന് നമ്മളൊരു 2 months വെയിറ്റ് ചെയ്താലേ റിസൾട്ട് കാണുള്ളൂ. കൺസിസ്റ്റൻസി വേണം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. എപ്പം നിർത്തുന്നു അപ്പോൾ അത് ഇൻസഫിഷ്യൻസിലോട്ട് പോകാൻ പറ്റും. ഇത് മെഡിസിൻ ആണോ കൂടുതൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ? ട്രീറ്റ്മെൻറ്റ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കുന്ന പ്രിസം തന്നെയാണ്. അത്രേ ഉള്ളൂ. ഡോക്ടർ, ഈ ഗ്ലൂക്കോമ എല്ലാവരും കേട്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഗ്ലൂക്കോമ. അപ്പോൾ കണ്ണിലെ ദ്രവങ്ങളുടെ ഒഴുക്ക് തടസ്സപ്പെട്ട് ഒരു പ്രഷർ കണ്ണിലുണ്ടായി ഉണ്ടാവുന്നതാണ് ഗ്ലൂക്കോമ. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെടുന്ന ഒരു അത്യാവശ്യം അപകടകാരിയായ ഒരു അസുഖമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ടോ, ടൈപ്സ് ഉണ്ടോ? അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളൊന്ന് പറയാമോ? ഗ്ലോക്കോമ 2 തരമുണ്ട്. ഒന്ന് ഓപ്പൺ ആയിട്ടും ഒന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ക്ലോസ്ഡ് ആയിട്ടുള്ളതിൽ ഈ പറഞ്ഞ ഫ്ലൂയിഡിന് പോകാനുള്ളൊരു വഴിയില്ലാത്തതുകൊണ്ട് കണ്ണിനകത്തുള്ള പ്രഷർ കൂടും. അപ്പോൾ പേഷ്യൻറ്റ് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. തലവേദന, ഛർദി, ലൈറ്റിന് ചുറ്റും വലയങ്ങൾ. അപ്പോൾ അതൊരു പേഷ്യൻറ്റ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണാനും അത് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഒക്കെ അറിയാൻ എളുപ്പമുണ്ട്. പക്ഷേ ഓപ്പൺ ആംഗിളിന് അറിയാൻ എളുപ്പമില്ല. അത് അറിയില്ല, അതിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല. വളരെ പതുക്കെ കണ്ണിൻ്റെ ഫീൽഡ് കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പം ഈ വളരെ അറ്റത്തുള്ള വിഷനൊന്നും നമ്മൾ പെട്ടെന്ന് പോയാലും നമ്മൾ അറിയില്ല. അത് ചുരുങ്ങി ടണൽ വിഷൻ ആകുമ്പോഴാണ് ഒരു പക്ഷേ പേഷ്യൻസ് അറിയുണ്ടാവുക. പക്ഷേ ഈ ക്ലോസിലുള്ള പോലെ വേദനയോ ഛർദിയോ തലവേദനയോ ഒന്നും അപകടകാരി ഏതാണ്, ക്ലോസ്ഡ് ആണോ ഓപ്പൺ? നമ്മുടെ കണ്ണിൻ്റെ പ്രഷർ 60 കൂടുതലായിട്ട് 24 മണിക്കൂറിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിക്കും, അത് കാഴ്ചനെ ബാധിക്കും. പക്ഷേ അത് ഓപ്പണിൽ അത്രയും അധികം പ്രഷർ വരാനുള്ള സാധ്യതയില്ല. ക്ലോസിലാണ് പ്രഷർ ഇത്രയ്ക്ക് അധികം കൂടാറ്. ഓപ്പണിൽ നോർമൽ എന്ന് പറഞ്ഞാൽ 11 തൊട്ട് 21 വരെയാണ്. അപ്പോൾ അതിലും കൂടുതൽ ഒരു 25 30 അങ്ങനെയായിട്ടായിരിക്കും ഓപ്പൺ ആംഗിളിൽ നമ്മൾ കാണാറ്. ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ? അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ മരുന്ന് കൊടുക്കായിരിക്കും. മരുന്ന് കൊടുത്ത് അത് കൺട്രോളിലാക്കി വെക്കണം. മരുന്നിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരും. കൂടുതലും മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യാറ്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. ഓക്കെ. ഇതേപോലെ കേൾക്കാത്തൊരു വേർഡാണ്, അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഗ്ലൂക്കോമ എല്ലാവരും കേട്ടിട്ടുണ്ട്. ട്രക്കോമ അധികം കേട്ടില്ല. പക്ഷേ ഏറ്റവും അപകടകാരിയായ ഒരു അസുഖമാണ് ട്രക്കോമ. അതിപ്പോൾ നിലവിൽ അധികം ഉണ്ടാവാറില്ല. അതിനെപ്പറ്റി ഒന്ന് പറയൂ ഡോക്ടർ. ശരിയാണ്, ട്രക്കോമ ഇപ്പോൾ നമ്മൾ തീരും കാണാറില്ല. പക്ഷെ ഒരു കാലത്ത് അത് കണ്ണിൻ്റെ കാഴ്ചനെ മങ്ങൽ വരുത്തുന്നതിൽ ഒരു വളരെ പ്രധാനമുള്ള ഒരു അസുഖമായിരുന്നു.
കണ്ണിൽ ഒരു ക്ലമീഡിയ ട്രക്കോമാറ്റിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. കണ്ണിൽ ചെറിയ കുരുക്കൾ, കൺപോളയമ ചെറിയ കുരുക്കളായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് അത് സിവിയറിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കൃഷ്ണമണീനെ മൊത്തം അതൊരു വെള്ളപ്പാട് ആക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഭയങ്കര അപകടകരമായിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ. കൃഷ്ണമണി മാറ്റിവെക്കൽ വരെ നമുക്ക് ചെയ്യേണ്ടി വരും. അതും സർജറി ആയിരിക്കും കൂടുതൽ. കൃഷ്ണമണി മാറ്റിവെക്കുന്ന സർജറി ഇപ്പം ആ കേസ് അധികം ഉണ്ടാവാറില്ല, ഇപ്പൊ തീരെ നമ്മൾ കാണാറില്ല. ശരി. ഡോക്ടറെ അടുത്ത് നമുക്ക് ഈ സ്ക്വിൻ്റ് അല്ലെങ്കിൽ ഈ കോങ്കണ്ണ്, അപ്പോൾ നമുക്ക് ഈ രണ്ട് കണ്ണ് ഒരു ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ ഒരേ ഡയറക്ഷനിൽ വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കണ്ണ് ഒരേ ഡയറക്ഷനിൽ സ്ട്രെയിറ്റും മറ്റ് രണ്ടാമത്തെ കണ്ണ് വേറൊരു ഡയറക്ഷനിലാവുമ്പോഴാണ് ഈ കോങ്കണ്ണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആ കോങ്കണ്ണ് ഉണ്ടാവുന്നത് കുട്ടികളിൽ നമുക്ക് ഏത് സമയത്ത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോൾ ചെക്ക് ചെയ്യണം? കുട്ടികളിൽ ഒരു 3 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് കോങ്കണ്ണായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഒരിക്കലെങ്കിലും ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കണം. അതെന്തുകൊണ്ടാണെന്നുള്ളതൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ശരിക്കും 4-3 മാസത്തിൽ കുട്ടികൾ ശരിക്കും ഫോക്കസ് ചെയ്യില്ലല്ലോ, നമ്മൾ നോക്കുമ്പം കറക്റ്റായിട്ട് നോക്കില്ല. അപ്പോൾ ഒരു 5 മാസം 6 മാസം ടൈം വരെ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയാണ്. 3 മന്ത്സിൽ കുട്ടി ഫിക്സ് ചെയ്യണം, ഒരു ഒബ്ജക്റ്റിൽ ഫിക്സ് ചെയ്യണം, അത് ഫോളോയും ചെയ്യണം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 3 മന്ത്സിൽ കൂടുതൽ ഉള്ള കുട്ടികൾക്കും ഈ കോങ്കണ്ണ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കണം. ചെറിയ കുട്ടികളിൽ ഒരുപാട് പേര് കോങ്കണ്ണ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പം മൂക്കിൻ്റെ പാലത്തിൻ്റെ വീതി കാരണം ശരിക്കും കോങ്കണ്ണല്ല, പക്ഷെ ഒരു തോന്നൽ പോലെ വരാം. അപ്പം നമ്മൾ ആദ്യം ഡയഗ്നോസ് ചെയ്യണം, അത് കോങ്കണ്ണാണോ അതോ ഇങ്ങനെ സ്യൂഡോ സ്ക്വിൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. സ്ക്വിൻ്റ് ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. സ്ക്യൂഡോ സ്ക്വിൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഒന്ന് വെയിറ്റ് ആൻഡ് ഒബ്സർവ് ചെയ്താൽ മതി. അതെന്ത് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കുട്ടികൾക്ക് വരാം? കുട്ടികളിൽ എന്തുകൊണ്ടാണ് സ്ക്വിൻ്റ് എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഞരമ്പിൻ്റെ ബുദ്ധിമുട്ടാണോ, മസിലിനെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പിൻ്റെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി മസിലിൻ്റെ ബുദ്ധിമുട്ടോ കൊണ്ട് സ്ക്വിൻ്റ് വരാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇനി ഒരു പക്ഷേ റിഫ്രാക്റ്റീവ് എറർ, അതായത് ഈ കണ്ണിൻ്റെ പവറിനുള്ള വ്യത്യാസം കാരണം അതുകൊണ്ടും സ്ക്വിൻ്റ് വരാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം. ഇത് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമല്ലേ ശരിക്കും ഈ കോങ്കണ്ണ് എന്ന് പറയുന്നത്? കോങ്കണ്ണ് നമുക്ക് റീസൺ അനുസരിച്ചാണ് ഇരിക്കുക. ചിലത് ബ്രെയിനിന് തന്നെ വരുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ബ്രെയിനിൽ ഞരമ്പ് വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണമുള്ളതാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് സ്ക്വിൻ്റ് സർജറീസ് വേണമെങ്കിൽ ചെയ്യാം. കോങ്കണ്ണ് ക്ലിയർ ചെയ്യുന്ന സർജറീസ് നമുക്ക് ചെയ്യാം. ഏത് മസിലാണോ വർക്ക് ചെയ്യാത്തത് അഥവാ കൂടുതൽ വർക്ക് ചെയ്ത് അതിനനുസരിച്ച് മസിൽ മുറിച്ച് നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണി സെൻട്രലായിട്ട് ചെയ്യാം. ഈ കൂടുതൽ കണ്ണ് ചിമ്മൽ ഒരു അസുഖമായിട്ട് മാറുന്നത് എങ്ങനെ? ഇപ്പോൾ നോർമലി കണ്ണ് ചിമ്മാറുണ്ട്, അപ്പോൾ കൂടുതൽ കണ്ണ് ചിമ്മുമ്പോൾ എങ്ങനെയാണ് അതൊരു അസുഖമായിട്ട് നമുക്ക് ഏത് സ്റ്റേജിൽ നമുക്ക് അറിയാൻ പറ്റും? ഒരു ഹ്യൂമൻ ബീയിങ് ഒരു മിനിറ്റിൽ ആവറേജ് ഒരു 15-16 പ്രാവശ്യമാണ് കണ്ണ് ചിമ്മ. അപ്പോൾ അതിലും കൂടുതൽ ഫ്രീക്വൻസി കൂടുമ്പോഴാണ് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാറ്. ഇതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് മൊബൈൽ യൂസ് കൂടുന്നതാണ്. ഇനി കണ്ണ് ചിമ്മി തുറക്കാൻ അവർക്കായിട്ട് വിചാരിച്ചിട്ടും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അത് ന്യൂറോളജിക്കലായിട്ട് കണ്ണ് ചിമ്മുന്നത് അവനവൻ വിചാരിച്ചിട്ട് ചിമ്മിക്കണല്ല, അല്ല അതറിയാതെ ചിമ്മി പോകുന്നതാണ്. ചിമ്മി അത് തുറക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥയുണ്ട്, ബലം പിടിച്ചിരിക്കുന്നു. അതാണെങ്കിൽ ന്യൂറോളജിക്കലായിരിക്കും. അപ്പം നമുക്ക് ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടി വരും. ഓക്കെ. അത് കൂടുതലും ഈ മൊബൈൽ ഗാഡ്ജറ്റ്സിൻ്റെ ഒക്കെ ഉപയോഗം കൂടുതലായിട്ട് തന്നെ വരുന്നത്. അപ്പം അത് സ്റ്റോപ്പ് ചെയ്ത് ഒരു 2 ആഴ്ച അതൊന്നും തീരെയും ഇല്ലാതെ 2 ആഴ്ച വരാൻ പറയുമ്പോൾ അത് മിക്കതും സോൾവ് ആയി പോകുന്നുണ്ട്. അതുപോലെ ഈ കണ്ണിൽ പീള കെട്ടൽ അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരൽ, അത് കുട്ടികൾക്കാണോ കൂടുതൽ വരാറ്? അത് ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടികളിൽ ഈ കംപ്ലൈൻറ്റ് ഭയങ്കര കൂടുതലാണ്. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതും കണ്ണിൽ ഡിസ്ചാർജ് വരുന്നതും. നമ്മുടെ കണ്ണിൽ നിന്ന് മൂക്കിലേക്ക് ഒരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബ് ചിലപ്പോൾ ജന്മനാ തന്നെ ചെറുതായിട്ടൊരു ഒരു പാട കൊണ്ട് ക്ലോസ്ഡ് ആയിട്ടിരിക്കാം. അപ്പം കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പം നമ്മളിതൊന്ന് ഒരു 1-1.5 വയസ്സ് വരെ നമ്മളത് മസാജ് ചെയ്ത് കൊടുത്ത് ആ പാട പൊട്ടിക്കാൻ നോക്കും. മസാജിങ്ങിലും നടന്നില്ലെങ്കിൽ മാത്രം നമ്മളത് സർജിക്കലി പോകും. അതാണ് ന്യൂ ബോൺസിൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി മാത്രം നമുക്ക് കാണാൻ ബുദ്ധിമുട്ട്, അത് ഒരു അസുഖമായിട്ട് ഓൾറെഡി ഉണ്ടല്ലോ. എന്താണ് അതിനെപ്പറ്റി ഒന്ന് പറയാൻ? ഒരാൾക്ക് പകൽ നന്നായി കാണാം, പക്ഷെ രാത്രിയാകുമ്പം വളരെയധികം കാഴ്ച ബുദ്ധിമുട്ട് വരുന്നു. അപ്പം അതിന് പെർട്ടിക്കുലർ കുറച്ച് കോസസ് ഉണ്ട്. അത് കാരണമായിരിക്കും അവർക്കത് വരുന്നത്. ഇപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ ഗ്ലോക്കോമ ഉള്ള ആൾക്കാർക്ക്, മയോപ്പിയ ഉള്ളത്, അടുത്ത് കാണാൻ ഷോർട്ട് സൈറ്റ് ഉള്ളവർക്ക് വരാം. പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേറൊരു അസുഖമാണ് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഞരമ്പുകളിൽ റെറ്റിന, കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ലെയറാണ് റെറ്റിന. അപ്പോൾ അതിൽ ഇതുപോലെ പിഗ്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ അതാണെങ്കിൽ പിന്നീട് കാഴ്ച മൊത്തത്തിൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം ഇതാണ് മെയിൻ കാരണങ്ങൾ. അപ്പം നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ട് വരാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് എല്ലാ റീസൺസും ഒന്ന് റൂൾ ഔട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് രാത്രി ഉദ്ദേശിച്ചത് നമുക്ക് ഇരുട്ടത്താണോ അല്ലെങ്കിൽ വെളിച്ചമുള്ള
ഭാഗം എന്താ കാണാൻ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്? നമ്മുടെ കണ്ണിൽ ഞരമ്പിൽ റോഡ്സ് കോൺസ് എന്ന് പറഞ്ഞ 2 സെൽസ് ഉണ്ട്. അതിൽ റോഡ്സ് ആണ് രാത്രി കാഴ്ചേനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. പ്രകാശമില്ലാത്ത സ്ഥലത്ത് നമുക്ക് കാണാം. പ്രകാശം ഇല്ലാത്ത സ്ഥലത്തും നമ്മളൊരു 2 മിനിറ്റ് നിന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് റോഡ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പം ഈ റോഡ്സിൽ വരുന്ന ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി കാണാൻ പറ്റില്ല. അപ്പം ഒരു അഡാപ്റ്റേഷൻ നടക്കില്ല അവിടെ. രാത്രി നമ്മൾ ഇരുട്ടത്ത് നിന്നാലും കുറച്ചു നേരം നിന്നാലും നമുക്ക് പിന്നെയും ഒന്നും കാണാൻ പറ്റില്ല. എന്നാൽ തിരിച്ച് ഒരു വെളിച്ചത്തിലോട്ട് മാറിയാൽ കാണാം. വെളിച്ചത്തിലോട്ട് വരാണെങ്കിൽ അവർക്ക് കാണാം. കാരണം കോൺസ് ആണ് അവിടെ ആക്ട് ചെയ്യണേ. അപ്പോൾ കാണാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞിട്ട് അപകട കാര്യങ്ങൾ നമുക്ക് ട്രീറ്റബിൾ ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഈ വൈറ്റമിനെ ഒക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാകുമ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും ശരിയാവും. പക്ഷേ റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീനിലുള്ളതാണ്. അപ്പോൾ നമുക്കതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. ശരി, അത് ആക്ച്വലി ഇത് ഒട്ടും കാണാത്ത അവസ്ഥയിലോട്ട് വരും. രാത്രിയിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ മങ്ങിയായിട്ടാണോ വരുന്നത് സ്റ്റേജ്? ഏർലി സ്റ്റേജിൽ എപ്പോഴും മങ്ങിയിട്ടായിരിക്കും. ആസ് ദ നമ്പർ ഓഫ് റോഡ്സ് ഡിക്രീസസ് അത് തീരെ കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരും. ഡോക്ടറെ, നമുക്ക് ഈ കണ്ണ് ചൂടുവെള്ളത്തിലാണോ അല്ലെങ്കിൽ തണുത്തുവെള്ളത്തിലാണോ കഴുകേണ്ടത്? ഒരു നോർമൽ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് കണ്ണ് അങ്ങനെ പ്രത്യേകിച്ച് കഴുകണം എന്നൊന്നുമില്ല. നമ്മൾ മോർണിംഗിൽ എഴുന്നേൽക്കുമ്പം കണ്ണിൻ്റെ ചുറ്റുമുള്ള സ്കിന്നെല്ലാം ക്ലീൻ ആക്കാന്നല്ലാതെ കണ്ണിനകത്തോട്ട് വെള്ളമൊഴിച്ച് കഴുകേണ്ട ആവശ്യമില്ല. കണ്ണിൽ ഓൾറെഡി ആവശ്യമുള്ള കണ്ണീര് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ഇനി കണ്ണിൽ എന്തെങ്കിലും പൊടി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് പോവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് ഒരു പ്രൈമറി ട്രീറ്റ്മെന്റ് ഡെയിലി തന്നെ 2-3 പ്രാവശ്യമൊക്കെ കണ്ണ് വാഷ് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. ഇല്ല, കണ്ണിന് ആവശ്യമുള്ള കണ്ണീര് കണ്ണ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി കണ്ണുനീര് കുറയുന്ന അവസ്ഥയിൽ അവർക്കൊരു വളരെ ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ചില പേഷ്യൻസ് ഞങ്ങൾ കണ്ണിൽ വെള്ളം ഒഴിക്കുമ്പോൾ സുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ചെയ്തിട്ട് വരാറുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കണ്ണീര് കുറയുകയാണെങ്കിൽ അത് ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് ഒഴിച്ചാണ് നമ്മൾ ക്ലിയർ ആക്കുന്നത്. അപ്പോൾ എക്സസൈസ് ആയിട്ട് നമ്മൾ വെള്ളം ചൂടുള്ള തണുത്തുള്ള ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഡോക്ടർ, ഈ സെയിം ഡ്രോപ്സ് തന്നെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയാറുണ്ട്, പ്രത്യേകിച്ച് കണ്ണുകളിൽ. എന്താണ് അതിൻ്റെ ഒരു കാരണം? നമ്മൾ സാധാരണ ഡ്രോപ്സ് ഇടുമ്പം കൺപീലിയിൽ ടച്ച് ചെയ്യാതെ ആ ഒരു ഡിസ്റ്റൻസിന് വേണം ഡ്രോപ്സ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാവർക്കും അത് ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ടച്ച് ചെയ്തിട്ടായിരിക്കും ഇടുന്നുണ്ടാവും. പീലികളിൽ ടച്ച് സ്വന്തമായിട്ട് കണ്ണോട്ട് വയ്ക്കുമ്പോൾ എന്തായാലും ടച്ച് വരും. ടച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ടച്ച് ആകുമ്പം ഓൾറെഡി അവിടെ കുറേ ബാക്ടീരിയാസോ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതെല്ലാം ആ നമ്മുടെ ഡ്രോപ്സിൻ്റെ അറ്റത്ത്, ആ ബോട്ടിലിൻ്റെ അറ്റത്ത് വരും. ഇനി അത് വേറെ ആൾക്കാർ ഷെയർ ചെയ്യുമ്പോൾ വിത്ത് ഈ മൈക്രോ ഓർഗാനിസംസ് കൂടി ആയിട്ടാണ് അവരെ കണ്ണിലോട്ട്. ടച്ച് ചെയ്തില്ലെങ്കിലും ആ ഡ്രോപ്പ് ആ ഒരു അറ്റത്ത് ഉണ്ടായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ബാക്ടീരിയ ഉണ്ടായതുകൊണ്ട് ഓൾറെഡി ഡയറക്റ്റ് വരാം. അതെ, അവർ ടച്ച് ചെയ്തില്ലെങ്കിലും അത് ഡ്രോപ്സിലൂടെ അവരുടെ കണ്ണിലോട്ട്. ശരിക്കും ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഓയിൽമെൻ്റ് ഒക്കെ വാങ്ങുമ്പോൾ ഫാമിലിക്ക് മൊത്തമായിട്ടൊരു ഓയിൽമെൻറ്റ് വാങ്ങും. എല്ലാവരും അതുപോലെ ചിന്തിക്കുള്ളൂ. പക്ഷേ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മളത് ഷെയർ ചെയ്യാൻ പറയാറില്ല. സെപ്പറേറ്റ് ചെയ്ത് തന്നെ നമ്മൾ കൊടുക്കാം. ഓക്കെ. ഇനി എനിക്ക് നമ്മുടെ കുട്ടികൾ കുറേ ഇപ്പോൾ ഗാഡ്ജറ്റ്സ്, മൊബൈൽ ഫോൺസ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യണം. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വരാനുള്ള അസുഖങ്ങൾ കണ്ണിനെ പറ്റി ഏതൊക്കെയാണ് അസുഖങ്ങൾ പെട്ടെന്നുണ്ടാകും? സാധാരണ നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നേരം കണ്ണിന് ഡ്രൈനെസ് വരും. പിന്നെ അതുപോലെ തന്നെ ഈ കൺകുരുക്കൾ വരും. പിന്നെ വരുന്നതാണ് ഈ പ്രിഫ്രാക്റ്റീവ് എറർ, അതായത് കാഴ്ചയ്ക്ക് മങ്ങൽ വന്ന് നമ്മൾ ഒരു പവർ കൊടുത്ത് കണ്ണ് ക്ലിയർ ആവുന്നത്. അത് എത്ര ഡിസ്റ്റൻസിൽ നോക്കിയിരിക്കുമ്പോഴാണെന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ? അതിന് പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് ഇല്ല. പക്ഷേ യൂഷ്വലി കുട്ടികൾ ഒരു 25 to 30 സെൻറ്റിമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് അവർ കംഫർട്ടബിൾ ആയിട്ട് വെക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ക്രൈറ്റീരിയ, ഇപ്പോൾ 20-20-20 റൂൾ എന്നൊരു റൂൾ ഉണ്ടല്ലോ, അത് കൂടുതൽ മുതിർന്നവരിലല്ലേ അത്? അതിൻ്റെ ഒരു എന്താണ് അതിനെ പറ്റി പറയാമോ? ഒരുപാട് നേരം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലിങ്ക് ചെയ്യാൻ മറക്കും, വെള്ളം കുടിക്കാൻ മറക്കും. ആ സ്ക്രീനിലോട്ട് മാത്രമായിട്ട് ഗ്ലൂഡായി പോകും നമ്മൾ. അപ്പം കണ്ണുകളുടെ മസിൽസിനൊന്നും ആവശ്യത്തിനുള്ള ഒരു ചലനം കിട്ടാതെ ബുദ്ധിമുട്ട് വരും. നമ്മൾ എല്ലാ 20 മിനിറ്റ്സ് കൂടുമ്പോഴും 20 ഫീറ്റ് അകലെ ഒരു 20 സെക്കൻഡ്സ് എങ്കിലും നോക്കണം എന്നാണ്. ഓക്കെ, എവറി 20 മിനിറ്റിൽ. ഓക്കെ. മറ്റേ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാകുമ്പോൾ കണ്ണിന് ശരിക്കും മസിൽസ് ഒന്നും വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള ഒരു അസുഖങ്ങളാണ് കൂടുതൽ ഉണ്ടാവുന്നതുകൊണ്ട് പറയുകയാണ്. അതെ. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇതിനൊരു പരിഹാരമില്ല, മാക്സിമം മൊബൈൽ കൊടുക്കാതിരിക്കുക. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കലാണ് ഇതിൻ്റെ മെയിൻ. അത് നടക്കുന്ന കാര്യമല്ല. ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ കുട്ടികൾക്ക് മൊബൈൽ അത്യാവശ്യം കാര്യമായിട്ട് മാറിയേക്കാണ്. അതെ. പക്ഷേ പാരൻസ് അപ്പോൾ അതിന് അത്രയും തന്നെ കളിക്കാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടി വരും. അവരുടെ കൂടെ ഇരുന്ന് കളിക്കലും ചെയ്യേണ്ടി വരും. ഓക്കെ. നമ്മുടെ ഈ ശരീരത്തിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കണ്ണ് അത് കാണിച്ചു തരും എന്ന് പറയുന്ന പോലെ ഈ എപ്പിസ്ക്ലിറൈറ്റിസ് ഒരു അസുഖം, അതൊരു അവസ്ഥയാണെന്ന് തോന്നുന്നു. അത് എന്താണ് ഡോക്ടർ? അപ്പോൾ എന്താണ് എപ്പിസ്ക്ലിറൈറ്റിസ്? നമ്മുടെ കണ്ണിൻ്റെ വെള്ള, അതിനെ നമ്മൾ സ്ക്ലീറ എന്ന് പറയുന്നത്, അതിൻ്റെ മുകളിലുള്ള ഒരു ആവരണമാണ് എപ്പിസ്ക്ലീറ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരു ഇതുപോലെ നീർക്കെട്ട് വരുന്നതിനാണ് എപ്പിസ്ക്ലിറൈറ്റിസ് എന്ന് പറയാം. നീർക്കെട്ട് വരുന്നതിനാണ്. അത് മെയിൻലി കാണുന്നത്
കാരണമില്ലാതെ. നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ റിപ്പീറ്റഡ്ലി അത് വരാണെങ്കിൽ, ഒന്നിലധികം പ്രാവശ്യം അത് വരാണെങ്കിൽ അതിന് എന്തോ ഒരു കാരണമുണ്ട്. അപ്പം നമ്മളുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വാദം കാരണമായിരിക്കാം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ഏത് അതിനുള്ള ഭാഗത്താണെന്ന് ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചാൽ മതി. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് കണ്ണു പറഞ്ഞു തരും. കണ്ണ് പറഞ്ഞു തരാണ്. അതെ. ഓക്കെ ഓക്കെ. ഡോക്ടർ, ഇതൊരു അപകടകരമായ അസുഖമാണോ? ഇത് അപകടകരമാണ്. ഈ കണ്ണിൽ വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കോപ്പറിൻ്റെ ഡെപ്പോസിഷൻ ബ്രെയിനിലും വരാം. അപ്പോൾ ലിവറിനെയും ബ്രെയിനിനെയും ഇത് ബാധിക്കുന്നതുകൊണ്ട് അപകടകരമാണ്. ലിവറിലും ഓൾറെഡി ബ്രെയിനിനും ബാധിക്കും. അതെ അപ്പോൾ അത് ഇച്ചിരി അപകടകരമായ അവസ്ഥയാണ്. അതെ. ഓക്കെ. അടുത്ത നമുക്ക് ഈ റെക്റ്റിനോപ്പതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ റെക്റ്റിനോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റ് ലെൻസ് വഴി റെക്റ്റിനയിൽ പതിക്കുമ്പോഴാണല്ലോ ശരിക്കും കാണാം, ഫോക്കസ് ചെയ്യുമ്പോഴാണ് കാണാം. അതെ. ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് ക്യാമറയിലെ ഫിലിമിൻ്റെ അതേ പർപ്പസാണ് റെക്റ്റിന ചെയ്യുക. അപ്പോൾ ലെൻസ് വേറെ, റെക്റ്റിന വേറെ. അപ്പോൾ റെക്റ്റിനെ ബാധിക്കുന്ന അസുഖമായിരിക്കും റെക്റ്റിനോപ്പതി. ഇപ്പോൾ കൂടുതലും ഡയബറ്റിക് പേഷ്യൻസ് വന്നൊരു സമയമാണ്. അപ്പോൾ ഡയബറ്റിക് റെക്റ്റിനോപ്പതി, അതിനെപ്പറ്റി ഡോക്ടർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. നമ്മുടെ കണ്ണിൽ ചെറിയ രക്തക്കുഴലുകളാണ് ഉള്ളത്. പലതരം രക്തക്കുഴലുകൾ, സ്മോൾ ബ്ലഡ് വെസൽസ് ആണ് നമ്മുടെ കണ്ണിലുള്ളത്. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയിട്ട് ഉള്ളവരിൽ കൂടുതലായിട്ടും, കൺട്രോൾഡ് ആയിട്ടുള്ളവരാണെങ്കിലും ആഫ്റ്റർ മെനി ഇയേഴ്സ് വരാണെങ്കിൽ അവർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസിന് ലീക്ക് വരും. അപ്പോൾ ആ ലീക്കിൻ്റെ ഉള്ളിക്കൂടെ അതിൽ നിന്നുള്ള ഫ്ലൂയിഡും അതുപോലെ തന്നെ ബ്ലീഡിങ്ങും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. രക്തക്കുഴലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകരാറുണ്ടാവും. അതെ, ശരിക്കും രക്തക്കുഴലിന് പറഞ്ഞാൽ തകരാറുണ്ട്. കിഡ്നിയുടെ അതേപോലെ തന്നെ സെയിം. അതെ അതെ. കിഡ്നിയിലും ചെറിയ സ്മോൾ ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ കണ്ണിൽ നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ടുപിടിക്കുകയാണെങ്കിൽ അതേസമയം തന്നെ കിഡ്നിനും അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അതെങ്ങനെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാം? നമുക്ക് എന്തൊക്കെ ടൈപ്പ് ടെസ്റ്റാണ് വരിക? നമ്മൾ കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പല ഗ്രേഡ്സ് ഉണ്ട്, പല തരത്തിലുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ സ്റ്റേജസ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റേജസ് കൂടുന്തോറും, അതായത് ഈ ബ്ലീഡിങ് കൂടുക അല്ലെങ്കിൽ ലീക്ക് കൂടുക, അതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷനിലോട്ടോ പിന്നീട് സർജറിയിലോട്ടോ പോകേണ്ടി വന്നേക്കാം. മെയിനായിട്ട് ഡയബറ്റിക് കുറയ്ക്കുക, അതെനിക്ക് അത് കൺട്രോളിലോട്ട് അതെ അതെ. ബ്ലഡ് ഷുഗർ കൺട്രോളാണ് ഇതിൻ്റെ പ്രൈമറി ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വന്നത്. അതേപോലെ നമുക്ക് ഈ റെറ്റിനയുടെ നടുക്ക് മാക്കുല, അപ്പോൾ മാക്കുലയിലാണ് ആക്ച്വലി ബാധിക്കുന്നത്, മാക്കുലോപ്പതി എന്നാണല്ലോ. അതെ. അപ്പോൾ അതും ഈ റെറ്റിനോപ്പതിയും ആയിട്ടുള്ള വ്യത്യാസം അല്ലെങ്കിൽ എന്താ ഏകദേശം? മാക്യുല എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന ബുദ്ധിമുട്ടിനാണ് നമ്മൾ മാക്യുലോപ്പതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയബറ്റീസിലാണെങ്കിലും ഡയബറ്റിക് മാക്യുലോപ്പതി ഉണ്ട്. തീരെ കാഴ്ച നഷ്ടപ്പെടണത് ഏത് സെക്ഷൻ? മാക്യുലോപ്പതിയിലാണ്. മാക്കുലോപ്പതിയിൽ ബാധിക്കുമ്പോഴാണ്. അതെ അതെ. അത് ഫൈനൽ സ്റ്റേജ് ആണോ അപ്പോൾ? അങ്ങനെയല്ല, ഒരു പെർട്ടിക്കുലർ ചിലപ്പം ആ ലീക്ക് കൂടുതലും മാക്യുലയിലാണെങ്കിൽ മാക്യുലോപ്പതി ആയിട്ട് വരും. മാക്യുലേനെ ബാധിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഡിസീസിനാണ് നമ്മൾ മാക്യുലോപ്പതി എന്ന് പറയുന്നത്. അതാണ് അപ്പോൾ നമ്മൾ ലൈനൊക്കെ വളഞ്ഞായിട്ട് കാണുന്നു അല്ലേ? അതെ, ഒരു ലൈൻ മാക്യുലയിൽ. നോക്കി കഴിയുമ്പോൾ നേരെ കാണാൻ പറ്റാത്ത മാക്കുലോപ്പതിയാണ്. അതെ. ഈ റെറ്റിന ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ റെറ്റിന വിട്ടുവരിക, ആ ഒരു സ്റ്റേജ് എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് പറയും? നമ്മുടെ റെറ്റിനയിൽ 10 ലെയേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ലെയേഴ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് കളക്ഷനോ എന്തെങ്കിലും ട്യൂമറോ എന്തെങ്കിലും ഗ്രോത്തോ എന്ത് വരാണെങ്കിലും ഇത് ഡിറ്റാച്ച് ആവും, സെപ്പറേറ്റ് ആയി നിൽക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ തന്നെയാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ വിട്രിയസ് എന്ന് പറഞ്ഞൊരു ജെല്ലുണ്ട്, അത് ചുരുങ്ങി വലിവ് വരാണെങ്കിലും ഇതുപോലെ ഡിറ്റാച്ച്മെൻറ്റ് വരാം. ഓക്കെ. ശരിക്കും റെറ്റിന എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. ചിലവർക്കും തിമിരം അറിയാം, പക്ഷെ അത് ലെൻസിലാണ് ബാധിക്കണമെന്ന് പലരും അറിയില്ല. ഈ റെറ്റിന എന്താണ്, ലെൻസാണ് രണ്ടാണെന്നും. തിമിരം എല്ലാവരും കേട്ടിട്ടുണ്ടോ? അത് ലെൻസിനെയാണ്. പക്ഷേ റെറ്റിനയിൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടാവണ പോലെ റെറ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടാവും അല്ലേ? കുറേ ടൈം എടുക്കും. അതെ അതെ. ഏർലി സ്റ്റേജസ് ആണെങ്കിൽ നമുക്ക് കുറേയൊക്കെ റിക്കവർ ആക്കാമെങ്കിലും അതിൻ്റെ ഗ്രേഡ് കൂടുന്തോറും നമുക്ക് അത് റിക്കവർ ആക്കാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇത് സർജറി ഏതാണ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഏതാണ്? റെറ്റിനയിൽ ഈ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് സർജറിയിലോട്ട് പോകണത് ഏതാണ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഏത്? കണ്ണിൽ ഈ റെറ്റിനയിൽ നീര് വരുന്ന കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഒരു പരിധിവരെ നീര് കുറയ്ക്കാൻ പറ്റും, നീർക്കെട്ട് കുറയ്ക്കാം. പക്ഷേ ഈ ഡിറ്റാച്ച്മെന്റ് ഒക്കെ വരാണെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, സർജറി മാത്രമാണ് അതിനുള്ള ട്രീറ്റ്മെന്റ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻ്റ് സർജറി എന്ന് പറയുമ്പോൾ ഡയബറ്റിക് ഉള്ളവർക്ക് റിസ്ക് ആണോ? എന്താ കൺട്രോൾ കൊണ്ടുവരണം, നോർമൽ സർജറി പോലെ അല്ലല്ലോ? അത് എല്ലാ സർജറി, ഏത് സർജറി നമ്മൾ ശരീരത്തിൻ്റെ എവിടെ സർജറി ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആക്കണം. അതുപോലെ തന്നെ കണ്ണിൽ സർജറി ചെയ്യുകയാണെങ്കിലും ആദ്യം ബ്ലഡ് ഷുഗർ കൺട്രോൾ ആക്കിയിട്ടാണ് ചെയ്യുക. അതേപോലെ ഈ ഇഞ്ചക്ഷനും അല്ലെങ്കിൽ സർജറി, ലേസർ, ഇതൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വേദനയുണ്ടോ? എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ, കണ്ണാണ് വേദന ഉണ്ടാവുമെന്നൊരു, വളരെ സെൻസിറ്റീവ് ഓർഗനാണല്ലോ, അപ്പം വേദന സാധാരണ ഉണ്ടാവും? പൊതുവേ അങ്ങനെ വേദനയുള്ളതല്ല ഇഞ്ചക്ഷനും ലേസറും. നമ്മൾ ഈ 2 പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പും കണ്ണിൽ വേദന എടുക്കാതിരിക്കാൻ ഒരു തുള്ളിമരുന്ന് ഇടുന്നുണ്ടോ? സർജറിക്ക് മുമ്പ് നമ്മൾ കണ്ണിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്ത് കണ്ണ് മരവിപ്പിച്ചിട്ടാണ് നമ്മൾ സർജറി ചെയ്യുക. അപ്പം 3 വെരി പെയിൻഫുൾ പ്രൊസീജിയേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ റെറ്റിനയിൽ എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്കൊരു
തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് ഉണ്ടാവില്ല. ഇത്ര നേരത്തെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റോട് കിടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടോ? വിഷൻ നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ എത്രയും വേഗം നമ്മൾ ഒഫ്താൽമോളജിസ്റ്റിനെ കാണണം എന്നൊരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ആണ് റെറ്റിനയിലത്തെ അസുഖങ്ങൾക്കുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം ഡയബറ്റീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ ഡയബറ്റീസ് ഉള്ള എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു സ്ക്രീനിങ് ചെയ്ത് വെക്കണം. റെറ്റിനയിൽ കുഴപ്പമില്ല എന്നൊന്ന് ഉറപ്പിച്ച് വെക്കണം. അങ്ങനെ പല അസുഖങ്ങൾക്കും പല സ്ക്രീനിങ് ആയിരിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും സ്ക്രീൻ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവർ എല്ലാ വർഷത്തിലും ഒരിക്കലെങ്കിലും എല്ലാവരും ടെസ്റ്റ് ചെയ്യണം കണ്ണ് പ്രോപ്പറായിട്ട്. ഒരു സിസ്റ്റമിക് ഡിസീസ് ഉള്ള ശരീരത്തിൽ ഇപ്പോൾ ഷുഗർ, പ്രഷർ, അങ്ങനത്തെ അസുഖങ്ങളുള്ളവരൊക്കെ വർഷത്തിലൊരിക്കൽ ടെസ്റ്റ് ചെയ്ത് വെക്കണം. അല്ലാതെ നോർമൽ ഒരു കുട്ടികളിലാണെങ്കിലോ മിനിമം എന്ത് ടെസ്റ്റാണ് ചെയ്യുക? കുട്ടികളിലും നമുക്ക് കാഴ്ചക്കുറവാണ് മെയിൻലി ടെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പം ഒരു വർഷത്തിലൊരിക്കൽ, അതായത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സമയത്ത് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല. ഇനി അഥവാ എന്തെങ്കിലും ക്ലാസ് എന്തെങ്കിലും വെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കാന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഡോക്ടർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഡ്വൈസ് എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? കുട്ടികളിലാണെങ്കിൽ വർഷത്തിലൊരിക്കൽ, അതായത് സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ടൈമിൽ അവരെ കണ്ണൊന്ന് ചെക്ക് ചെയ്ത് പവറൊന്നും ഇല്ലയെന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് വെച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അതങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യണം. മുതിർന്ന ആൾക്കാരിൽ ഇപ്പോൾ സ്ക്രീൻ ടൈമൊക്കെ ഒത്തിരി കൂടുതലാണ്. ഇപ്പോൾ ജോലിയുടെ ഭാഗമായതുകൊണ്ടും നമുക്ക് വേണ്ട എന്ന് വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അതും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യിപ്പിച്ച് ഡ്രൈനസ്സോ അല്ലെങ്കിൽ കണ്ണിന് സ്ട്രെയിൻ അങ്ങനത്തെ ഒന്നും ഇല്ലയെന്നൊന്നും മനസ്സിലാക്കുക. 40 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ കണ്ണ് വർഷത്തിലൊരിക്കലെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലയെന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഡോക്ടറിനെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. ചികിത്സ.comന്റെ ആരോഗ്യ സംഭാഷണം എന്നുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. പൊതുജനങ്ങൾക്ക് എന്ന പോലെ തന്നെ ഡോക്ടേഴ്സിനും വളരെയധികം ഉപകാരപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് വർഷത്തെ ഈ പ്രയത്നത്തിന് അഭിനന്ദനങ്ങൾ. കൂടാതെ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും വിലപ്പെട്ട അറിവ് പകർന്നു നൽകിയതിന് ഡോക്ടറോട് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു. പ്രേക്ഷകരോടായിട്ട് ഞങ്ങളുടെ ആദ്യത്തെ അധ്യായത്തിൽ തന്ന സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എ ഹാപ്പി ലൈഫ് ത്രൂ പെർഫെക്റ്റ് ഹെൽത്ത്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയ സന്തുഷ്ട ജീവിതം. ചികിത്സ.comന്റെ ടാഗ്ലൈൻ അതാണ്. ഏവർക്കും അത് ആശംസിച്ചുകൊണ്ട് പുതിയൊരു അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.